ആമേൻ ആമേൻ. യേശുവിന്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, ഹോസിയയുടെ പുസ്തകം 12-ാം അധ്യായം 3-ാം വാക്യം. ഉദരത്തിൽ വെച്ച് അവൻ അവന്റെ സഹോദരന്റെ കുതികാൽ പിടിച്ചു, പുരുഷപ്രായമായപ്പോൾ അവൻ ദൈവത്തോട് പൊരുതി. യാക്കോബിനെ കുറിച്ചാണ്. ഉദരത്തിൽ വെച്ച് ചെറുപ്രായത്തിലെ കുഞ്ഞായിരിക്കുമ്പോഴേ ചൊട്ടയിൽ തന്നെ അവൻ സഹോദരനോട് മല്ലടിച്ചു. കലഹവും ഛിദ്രവാസനയും അവന്റെ ചങ്കിലുണ്ടായിരുന്നു. തക്ക സമയമായപ്പോൾ അത് ദൈവത്തോടായി. ഒരു കാലം കഴിയുമ്പോൾ ദൈവത്തെ വേണ്ട, ദൈവത്തെ മറക്കുക, ദൈവത്തെ വെറുക്കുക, ദൈവത്തോട് പരാതി പറയുക, ഇതൊക്കെ ശീലമായ ഒരുപാട് മനുഷ്യരുണ്ട്. ഇതൊന്നും ഒരു നിമിഷം ഉണ്ടായതല്ല. ഉദരത്തിൽ വെച്ച് തന്നെ അവൻ സഹോദരന്റെ കുതികാല് വെട്ടി. കുഞ്ഞായിരുന്നപ്പോൾ തമ്മിൽ സിബിലിങ്സ് തമ്മിൽ വഴക്കുണ്ടാകുമ്പോൾ എല്ലാം തമാശയായിട്ട് നമ്മൾ എടുക്കും, മാറിക്കോളും. പക്ഷെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ സഹോദര ബന്ധത്തിലെ വിടവ്, വീഴ്ച, തകർച്ച, മുറിവ് എല്ലാം പിന്നീട് ദൈവത്തോടായി മാറും. ദൈവത്തോടുള്ള അകൽച്ചയും അനുഭവമില്ലായ്മയുമായി മാറുന്നത് ഉദരത്തിൽ വെച്ച് തന്നെ, കുഞ്ഞായിരിക്കുമ്പോൾ തന്നെയുള്ള നെഗറ്റീവ് അനുഭവങ്ങളാണ്. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും കുടുംബങ്ങൾക്കും സ്വർഗീയ അനുഭവങ്ങൾ കൊടുക്കാം. അവരുടെ ബന്ധങ്ങളെ ചേർത്ത് നിർത്താം. കുഞ്ഞുങ്ങളെ തമ്മിൽ സ്നേഹിക്കാൻ പഠിപ്പിക്കാം. നമുക്ക് 3 മക്കളുണ്ടെങ്കിൽ 3 പേരെയും ചേർക്കാൻ നിങ്ങൾ എടുക്കുന്ന ശ്രമം ദൈവത്തിന് കൊടുക്കുന്ന ശുശ്രൂഷയാണ്. നിങ്ങൾക്ക് 4 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരെ തമ്മിൽ സഹോദര ബന്ധത്തിൽ, സാഹോദര്യത്തിൽ വളർത്തിയെടുക്കുന്നത് ദൈവാരാധനയ്ക്ക് തുല്യമാണെന്ന് ഓർത്ത് മടുക്കാതെ ശുശ്രൂഷ ചെയ്യണം. ഉദരത്തിൽ വെച്ച് തന്നെ കുതികാല് വെട്ടിയ യാക്കോബിനെ പോലെ ആകാതിരിക്കാൻ, ദൈവമഹത്വത്തിന്റെ മുമ്പിൽ നമ്മുടെ കുഞ്ഞുങ്ങളെയും കുടുംബങ്ങളെയും ചേർത്ത് നിർത്താൻ ദൈവം ഈ വർഷം ഈ വചനം നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ ആമേൻ ആമേൻ.